ശ്രീമതി കെ ശൈലജ, തോൽക്കുമെന്ന് അല്ലെങ്കിൽ പരാജയപ്പെടുമെന്ന് ഉറപ്പുള്ള ഒരു ബില്ലാണ് ഇന്ന് പാർലമെന്റിൽ വോട്ടിനിട്ടത്. ആ നമ്പറുകൾ, ആ കണക്കുകൾക്ക് അവർക്കൊപ്പമില്ല എന്ന് കേന്ദ്ര സർക്കാരിന് അറിയാം. ഇത് കൊണ്ടുവരുമ്പോൾ ഇന്ന് തന്നെ നെറേറ്റീവ് സെറ്റാണ്. ഇനി നാളെ മുതൽ വലിയ രീതിയിൽ ഇതൊരു പൊളിറ്റിക്കൽ നെറേറ്റീവായി നോക്കൂ. പ്രതിപക്ഷം സ്ത്രീകൾക്കൊപ്പമില്ല, ഞങ്ങൾ ആഗ്രഹിച്ചു നിങ്ങളെ കൊണ്ടുവരണമെന്ന്, നിങ്ങളെ ശാക്തീകരിക്കണമെന്ന്, പക്ഷേ ഞങ്ങൾക്കെതിരായി പ്രതിപക്ഷം ഒന്നിച്ചു ചേർന്ന് നിന്നു എന്നുള്ളൊരു നെറേറ്റീവാണോ ഇവിടെ ഇനി നാളെ മുതൽ നമ്മൾ കേൾക്കേണ്ടി വരിക? പ്രതിപക്ഷത്തിന് അത് നന്നായിട്ട് വ്യാഖ്യാനിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ആ നെറേറ്റീവ് വന്നാൽ തന്നെ എന്തുകൊണ്ട് നിന്നില്ല? ഈ വനിതാ സംവരണ ബിൽ പാർലമെൻറ്റിൽ അവതരിപ്പിക്കുമ്പോഴുള്ള ചരിത്രം നമ്മുടെ മുന്നിലൊരു പാഠപുസ്തകമായിട്ടുണ്ട്. ആരൊക്കെ അതിനെ എതിർത്തു, ആരൊക്കെ അനുകൂലിച്ചു, എങ്ങനെയാണ് ആ ബില്ല് ഡ്രാഫ്റ്റ് ചെയ്യപ്പെട്ടത്, ഇതെല്ലാം ഉണ്ട്. എങ്ങനെയാണത് പാസ്സാക്കിയത്, അതെല്ലാം നമ്മുടെ മുന്നിലുണ്ട്. നമ്മളെല്ലാവരും ഇന്നിപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന മിക്കവാറും എല്ലാവരും സ്ത്രീകളെയാണ് വിളിച്ചത്. ഇനി പുരുഷന്മാരെ വിളിച്ചാലും ഉൽപ്പതിഷ്ണുക്കളായിട്ടുള്ള പുരുഷന്മാരും വനിതാ സംവരണ ബിൽ പാസ്സാക്കണം എന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ ഒരു ജനാധിപത്യ പ്രക്രിയ അത് കുറ്റമറ്റതായിട്ട് കൊണ്ടുവരാൻ സാധിക്കണം. ഇവിടെ പറഞ്ഞതുപോലെ അതൊരു ന്യൂമറിക്കൽ ആയിട്ടുള്ള ഒരു കാര്യം മാത്രമായിട്ട് എടുക്കാൻ പറ്റില്ല. ഇപ്പോൾ ഒരു പൗരൻ്റെ വോട്ടവകാശം ഇവിടെയുള്ള കേരളത്തിലുള്ള ഒരാളായാലും ഉത്തർപ്രദേശിലുള്ള ഒരാളായാലും അത് കറക്റ്റാണ്, എല്ലാവരുടെയും അവകാശം ഒന്ന് തന്നെയാണ്. പക്ഷേ അതല്ല, ചിലപ്പോൾ ചില സോഷ്യൽ ഫാക്ടറുകൾ, ചില ഡെമോഗ്രാഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെ നമുക്ക് ഉൾക്കൊള്ളിക്കേണ്ടതായിട്ട് വരും. കേവലം ജനസംഖ്യാനുപാതികമായിട്ട് മാത്രം കൊണ്ടുവരാൻ കഴിയുന്ന ഒന്നല്ല ഇപ്പോൾ പറഞ്ഞ പ്രാതിനിധ്യം. അത് നല്ല വിദഗ്ധരായിട്ടുള്ള സമിതി പഠിച്ചുകൊണ്ട്, അതാണ് മേഖലകൾ തിരിച്ച് പറയുമ്പോൾ നമ്മൾ ഇന്ത്യയെ അങ്ങനെ കഷ്ണങ്ങളാക്കി മാറ്റുകയല്ല. ഇന്ത്യൻ യൂണിയനാണ്, ഒന്നാണ്. പക്ഷേ അത് ഇന്ത്യൻ യൂണിയനായി നിൽക്കണമെങ്കിൽ ഓരോ പ്രദേശത്തിൻ്റെയും സോഷ്യൽ, ഡെമോഗ്രാഫിക്, എക്കണോമിക് എല്ലാ ഫാക്ടറുകളും കണക്കിലെടുത്തുകൊണ്ട് അവർക്കെല്ലാം തുല്യമായിട്ടുള്ള അവരുടെ അവകാശം അംഗീകരിക്കപ്പെടുന്നു എന്ന ധാരണയുണ്ടാക്കിക്കൊണ്ട് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. ആളുകളുടെ എണ്ണം മാത്രം ഒരു ഘടകമായിട്ട് എടുക്കാൻ ഇത്തരം കാര്യങ്ങളിൽ കഴിയില്ല. എന്തുകൊണ്ടാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ചില പൊതു തീരുമാനങ്ങൾ അംഗീകരിച്ച് ചില പ്രദേശങ്ങൾ സാമൂഹ്യമായി വളരെ മുന്നോട്ട് വരുന്നു, പുതിയ പരിഷ്കരണത്തിലേക്ക് വരുന്നു, അതിൻ്റെ ഗുണഫലം ഉണ്ടാകുന്നു. എന്നാൽ ചില പ്രദേശങ്ങൾ അതൊന്നും നടപ്പിലാക്കാതെ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പുള്ള അവസ്ഥയിൽ തന്നെ നിൽക്കുന്നു. അതിനാരാണ് ഉത്തരവാദി എന്നൊന്നും ഇവിടെ ചർച്ചാ വിഷയമാക്കേണ്ടതില്ല. ഇപ്പോൾ പിന്നോട്ടാണ് ചില കാര്യങ്ങളിൽ. അതാണ് ഞാൻ പറഞ്ഞത്, സാക്ഷരതയിലും നമ്മുടെ പ്രതീക്ഷിത ആയുസ്സിലും എല്ലാം ശിശുമരണ നിരക്കിലടക്കം അറിയാമല്ലോ പിന്നിലായി പോയിരിക്കുന്നു. അപ്പോൾ അത് അവരുടെ കുറ്റമല്ല, ജനതയുടെ കുറ്റമല്ല. പക്ഷേ മുന്നോട്ട് വന്നവർ ഇപ്പോൾ ഒരു ഭാഗം പിന്നിലാണ് എന്നുള്ളത് കൊണ്ട് അതിൻ്റെ ഒരു ഭാഗമായിട്ട് അവർക്ക് അർഹതപ്പെട്ടത് കുറഞ്ഞു പോകാൻ ഒരു കാരണവശാലും പാടില്ലാത്തതാണ്. പിന്നോക്കം നിൽക്കുന്ന മേഖലകളെ എല്ലാവരും ചേർന്ന് മുന്നോട്ട് കൊണ്ടുവരണം. എന്നാലിപ്പോൾ ദക്ഷിണേന്ത്യയിൽ സംഭവിക്കുന്നത്, ഇപ്പോൾ 2011 സെൻസസ്സാണ് നമുക്ക് പൂർണ്ണമായിട്ട് സെൻസസ്സായിട്ട് ഇപ്പോഴുള്ളത്. 2026 സെൻസസ് എവിടെ എത്തിയിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള സെൻസസിനെ കുറിച്ച് പോലും, അത് പൂർത്തിയാക്കുന്നതിനെക്കുറിച്ച് പോലും പറയാതെ 2011 സെൻസസ് അടിസ്ഥാനമാക്കി ജനസംഖ്യാനുപാതികമായിട്ട് ഇത് കണ്ടാൽ അത് വലിയ അപകടം ചെയ്യും. അവിടെയാണ് അമിത്ഷായൊക്കെ പറഞ്ഞതുപോലെ 50% എല്ലാവർക്കും ഇൻക്രീസ് ഉണ്ടാകുമെന്ന് പറയുന്നത് എന്തുകൊണ്ട് ബില്ലിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, എന്തുകൊണ്ട് ഈ ഡ്രാഫ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന സംശയം നമുക്ക് വരുന്നത്. അവിടെയാണ് ഇത് മറ്റു ചില ലക്ഷ്യങ്ങളോടെയാണോ എന്ന് സംശയിക്കപ്പെടാനിടയാവുന്നത്. ആ സംശയത്തിന് അവസരം കൊടുക്കരുത്. ഇത് പൂർണ്ണമായും ജനാധിപത്യപരമാണെങ്കിൽ സമയമെടുത്ത് പാർലമെൻറ്റിലെ മുഴുവൻ അംഗങ്ങൾക്കും സംസാരിക്കാനുള്ള അവസരം കൊടുത്ത് ദിവസങ്ങളോളം ചർച്ച നടത്തി, നേരത്തെ പറഞ്ഞതുപോലെ ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിക്ക് വിട്ട് ബഹുജനാഭിപ്രായം തേടി, എന്നിട്ട് അത് വീണ്ടും തിരിച്ച് പാർലമെൻറ്റിൽ 2029 ഇനി നടപ്പിലാക്കാൻ സാധിക്കുകയുള്ളൂ. 2024 നടപ്പിലാക്കിയിട്ടില്ലല്ലോ. ഇനിയിപ്പോൾ 2029 കാര്യമാണല്ലോ നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത്. വർഷങ്ങളുണ്ടല്ലോ അവിടെ എത്താൻ. അപ്പോൾ വളരെ വ്യക്തമായി ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന ഒരു ചർച്ചയിലേക്ക് പോയി ബഹുജനങ്ങൾക്ക് കൂടി അഭിപ്രായം പറയാനുള്ള അവസരമൊക്കെ കൊടുത്ത്, തികച്ചും വേറെ ഒരു ഇൻറ്റൻഷനും ഇല്ലാതെ ജനങ്ങളെ ആകെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഒരു ചർച്ച നടത്തിക്കൊണ്ട് മാത്രമേ ഇത്തരം ഒരു ബിൽ അവതരിപ്പിക്കാവൂ. അല്ലെങ്കിൽ അത് ആക്റ്റായിട്ട് വരണമെങ്കിൽ അത്തരം ഒരു വിശ്വാസം വളർത്തിയെടുക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. അതില്ലാതെ ഇത് അല്പം തിരക്ക് കാണിച്ചു എന്ന് നമുക്ക് തോന്നുന്നത് എന്തുകൊണ്ടാണ്? നേരത്തെ പറഞ്ഞതുപോലെ വലിയ ചില സംസ്ഥാനങ്ങളിലൊക്കെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പിമാരൊക്കെ അവിടെ കേന്ദ്രീകരിക്കുന്നു, സർക്കാർ മിഷനറി അവിടെ കേന്ദ്രീകരിക്കുന്നു. ആ സമയത്ത് ഭരണഘടനാ ഭേദഗതിയാണ്, സാധാരണ നിലയിലുള്ള ഒരു ബിൽ പാസ്സാക്കലല്ല. ഭരണഘടനാ അമെൻമെൻ്റ് എന്ന് പറഞ്ഞാൽ വളരെ വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. അത് ഇപ്പോൾ പഞ്ചായത്തി രാജ്, നഗരപാലികയൊക്കെ നമ്മൾ പാസ്സാക്കിയത് എനിക്ക് ഓർമ്മയുണ്ട്. കേരളത്തിൽ
പഞ്ചായത്തി രാജ് നഗരപാലിക ആക്ട് കേരളത്തിലെ കോൺടെസ്റ്റിൽ അത് പാസ്സാക്കിയെടുക്കാൻ ചർച്ച നടത്തിയപ്പോൾ ഞങ്ങൾ രാത്രി പാതിര വരെ വെളുപ്പിന് രണ്ടരക്കൊക്കെയാണ് അന്ന് അസംബ്ലി പിരിഞ്ഞിട്ടുള്ളത്. എല്ലാ മെമ്പർമാർക്കും പറയാനുള്ള അവസരം കൊടുക്കുകയും അതുപോലെ തന്നെ ജനങ്ങൾക്ക് പറയാനുള്ള അവസരം കൊടുക്കുകയും ചെയ്തുകൊണ്ടാണ് 2000-ലേറെ അമെൻമെൻറ്റ് അതിനെ അവതരിപ്പിച്ചുകൊണ്ട് അതിൽ സ്വീകരിക്കാവുന്നവ സ്വീകരിച്ചുകൊണ്ട് സംസ്ഥാനത്തിൻ്റെ ഭാഗത്തു നിന്ന് അത് അംഗീകരിച്ചത്. അപ്പോൾ അതുപോലെ നല്ല അവസരം കൊടുത്ത് ചെയ്യേണ്ടുന്ന ഏറ്റവും നിർണായകമായിട്ടുള്ളൊരു ഭരണഘടനാ ഭേദഗതി അതിന് സമയമെടുത്ത് ചെയ്യേണ്ടതാണ് എന്നാണ് പ്രത്യേകിച്ച് പറയാനുള്ളത്. പിന്നെ മറ്റേ ചോദ്യം ബാക്കി നിൽക്കുകയാണ്. 2023 പാസ്സാക്കി. ആ പാസ്സാക്കിയത് 543 സീറ്റിൽ ഇംപ്ലിമെൻ്റ് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് പാർലമെൻറ്റിൽ കൂടുതൽ സ്ത്രീകൾ ഉണ്ടാകുമായിരുന്നു. ഇപ്പം കഴിഞ്ഞ കേരള നിയമസഭാ ഇലക്ഷനിലും അതുപോലെയുള്ള നിയമസഭാ ഇലക്ഷനിലും അത് പ്രാവർത്തികമാകുമായിരുന്നു. കൂടുതൽ സ്ത്രീകൾ അസംബ്ലിയിലേക്ക് വരുമായിരുന്നു. അതിന് വലിയ ബുദ്ധിമുട്ടില്ല. ഈ ഡീലിമിറ്റേഷൻ്റെ കാര്യമൊന്നും അതിനെ ശല്യപ്പെടുത്തുന്നില്ല. ഈ 543 സംവരണം എന്ന് പറഞ്ഞാൽ താരതമ്യേന എളുപ്പമാണ്. അത് നടപ്പിലാക്കിയിട്ട് പിന്നെ ഡീലിമിറ്റേഷൻ വരുമ്പോൾ എണ്ണത്തിൽ മാറ്റം ഉണ്ടായിക്കോട്ടെ, അതിന് നമുക്ക് ചർച്ചയ്ക്ക് അവസരമുണ്ട്. അത് ഇല്ലാത്തത് കൊണ്ടാണ് ഈ സംശയം എല്ലാം ഉണ്ടാകുന്നത്. അങ്ങനെ ഒരു സംശയം ഉണ്ടാക്കരുത്. നല്ല തെളിഞ്ഞ മനസ്സോടെയാണെങ്കിൽ അതിന് ഈ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് സമയമെടുത്ത് ചെയ്യേണ്ടതാണ് എന്നുള്ളതാണ്. ഇപ്പം 3-2 ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ ഭരണഘടനാ ഭേദഗതി അംഗീകരിക്കാൻ പറ്റൂ. അതില്ല എന്നറിയാം. അപ്പോൾ ഇതൊരു വ്യായാമമായിട്ട് മാറുകയല്ലേ ഈ പാർലമെൻറ്റിലെ അവതരണവും മറ്റും. എന്നാൽ ധാരാളം സമയമെടുത്തിട്ട് കൂടുതൽ ആളുകളെ ആർക്കായി എതിർക്കാൻ പറ്റുക? അങ്ങനെ ഒരു കൃത്യമായിട്ട് തർക്കമില്ലാത്ത രീതിയിൽ അത് കൊണ്ടുവന്നാൽ വളരെ കുറച്ച് ആളുകൾ എന്നാലും എതിർക്കും. പക്ഷെ മഹാഭൂരിപക്ഷവും അംഗീകരിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ അംഗീകരിപ്പിച്ചുകൊണ്ട് കൊണ്ടുവരുന്നതിന് പകരം ഇത്തിരി തിരക്ക് കൂട്ടി പാസ്സാക്കിയത് കൊണ്ടാണ് ഈ ചർച്ചക്കെല്ലാം ഇടയുണ്ടാകുന്നത്.